ഫാറ്റ് ടു ഫിറ്റ് ജേണി ഫസ്റ്റ് തന്നെ പ്രീ വർക്കൗട്ട് അടിച്ചാൽ തുടങ്ങണം. 2 തവണ ഫെയിലിയറായി പോയൊരു യാത്രയായിരുന്നു അത്. ഒരു തവണ റോങ് പ്ലേസ് ആയിരുന്നെങ്കിൽ അടുത്ത തവണ റോങ് ഡയറ്റ് ആയിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. 100 കിലോ വെയിറ്റുള്ള എനിക്കൊരു 10 മിനിറ്റ് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും മോശം അവസ്ഥ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്ര തുടരണമെങ്കിൽ എനിക്കൊരു പ്രീ വർക്കൗട്ട് കൂടിയേ തീരുള്ളൂ. ഇതൊരു പ്രീ വർക്കൗട്ടിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, എനിക്കത് അത്യാവശ്യമായിട്ട് വേണ്ടിയത് കൊണ്ടായിരുന്നു. 5 ദിവസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഞാൻ 1 സൈഡാണ് 2.5 കിലോമീറ്റർ നടന്നത്. സോ ഡെയിലി ഞാനിപ്പോൾ ഒരു 5 കിലോമീറ്റർ അടുത്ത് നടക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എന്താ വീഡിയോ ഇടാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇതേമാതിരി പറയാനോ ഇതേമാതിരി ഫേസ് ചെയ്ത് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് ആയി തുടങ്ങി. രാവിലത്തെ വാക്കിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ആദ്യം നോക്കുന്നത് ഈ ഒരു ഡംബലാണ്. അത് നോട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് എൻ്റെ വാക്കിങ്ങും റണ്ണിങ്ങും സ്റ്റഡി ആക്കുക, പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു 25 പുഷപ്പിൽ അടിക്കാൻ പറ്റണം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഒരു 10 റെപ്സ് വെച്ച് ഞാൻ ഒരു 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ ഫ്രഷപ്പ് ആയിട്ട് ഫുഡ് അടിയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കോമൺ ആയിട്ട് കഴിക്കാറുള്ളത് 3 എഗ് വൈറ്റ് ആണ്. കോമൺ ഞാൻ ഉദ്ദേശിച്ചത് എണ്ണം കൂട്ടാറുമില്ല എണ്ണം കുറയ്ക്കാറുമില്ല. അതിൻ്റെ ഒപ്പം കഴിക്കാൻ എടുത്തത് ഒരു അപ്പമാണ്. കൂടാതെ 150 ഗ്രാം ഗ്രീൻ പീസ് കറി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിശ്ചിത അളവിന് മുകളിലേക്ക് ഫുഡ് എടുക്കാറില്ല. പക്ഷെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ എങ്ങനെ വന്നാലും പുട്ടോ ഉപ്പുമാവോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അപ്പോ എന്തായാലും ആഡ് ആവും. അതും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ ആഡ് ആവത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9 മണിക്ക് ഞാൻ ക്രിയാറ്റിൻ എടുത്തിട്ടുണ്ടാവും. ക്രിയാറ്റിനും പ്രീ വർക്കൗട്ടും ഞാൻ ഒരേ ദിവസമാണ് തുടങ്ങിയത്. ഇത് രണ്ടും എനിക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഈ ഫാറ്റ് ലോസ് ജേണിയിൽ 2 തവണ ഫെയിലിയറായി പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ രണ്ടാമത്തെ ഫെയിലിയർ ഡയറ്റ് പിടിച്ച സമയത്ത് ഞാൻ ഏകദേശം 34 ദിവസം കൊണ്ട് 9 കിലോ കുറച്ച്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും എനിക്ക് നല്ല 8ന്റെ പണി കിട്ടി. അതെന്താന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി വേണ്ടത് ലഞ്ചിനുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 200 ഗ്രാം ചിക്കനും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ പുട്ടുണ്ടാക്കൂലേ അതിനകത്ത് ഇട്ട് ബോയിൽ ചെയ്ത് എടുത്തു. അടിപൊളി. പെട്ടെന്ന് പാക്ക് ചെയ്യാനുള്ള പാത്രം കിട്ടാണ്ട് കഴിഞ്ഞപ്പോൾ മോളുടെ ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഉച്ചയ്ക്ക് തണലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് കാർ ഒതുക്കി ഫുഡൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഏകദേശം 2 മണിയായി. പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കണ വരെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോണത്. അധികം വൈകാതെ പോയിട്ട് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഡയറ്റ് ചാർട്ടൊക്കെ വാങ്ങണമെന്നുണ്ട്. അതുവരെ വലിയ ടൈപ്പൊന്നും കാണിക്കാതെ ചിക്കനും മുട്ടയും ഇതേമാതിരി വല്ലതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ട്. പക്ഷേ ഈ ടൈമിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചാൽ പൈസ കൊടുക്കാത്തവന്മാർ വരെ നമ്മളെ വിളിച്ചിട്ട് കുഴിമന്തി കഴിക്കാൻ പോകാം, ബിരിയാണി കഴിക്കാൻ പോകും, അവൻ പൈസ കൊടുത്തോളാം എന്നൊക്കെ പറയും. ഇത്തവണ ഒന്നിലും വീഴത്തില്ലടാ.